2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കോതമംഗലം, ചീക്കോട്, കൂവപ്പാറ മേഖലകളിൽ കാട്ടാനയുടെ സാന്നിധ്യം. നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനം. കീരമ്പാറ പഞ്ചായത്തിലെ ചീക്കോടും സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പെരിയാർ നീന്തിക്കടന്ന് 3 ആനകൾ എത്തിയത്. ഇതിനെ തുടർന്ന് പ്രദേശത്തെ 5-6 വാർഡ് പ്രദേശങ്ങളിലും കൂവപ്പാറ നഗറിലും സമീപമുള്ള മേഖലകളിലും ആറാട്ടിയുടെയും ആന വാച്ചർമാരുടെയും നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനിച്ചു. 2 വർഷം മുമ്പാണ് ചാരുപാറ മേഖലയിൽ പെരിയാർ നീന്തിക്കടന്ന ആനകൾ എത്തിയ സംഭവം ഇതിനു മുമ്പുണ്ടായിട്ടുള്ളത്. ആ വേളയിൽ വനം വകുപ്പിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ തിരികെ പെരിയാറിനപ്പുറത്തെ വനത്തിലേക്ക് ആനകളെ തുരുത്തിയതിനു ശേഷം ഇതുവരെ ആനയുടെ സാന്നിധ്യം ഈ മേഖലയിൽ കണ്ടിരുന്നില്ല. അതിനുശേഷം ഇപ്പോഴാണ് പ്രദേശത്ത് വീണ്ടും കാട്ടാനകളുടെ സാന്നിധ്യം കണ്ടുവന്നത്. ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് ആറാട്ടിയുടെയും ആനവാച്ചർമാരുടെയും നിരീക്ഷണം ശക്തമാക്കുന്നതിനും വേഗത്തിൽ ആനകളെ പെരിയാറിനപ്പുറത്തേക്ക് തുരുത്തിവിടുന്നതിനുമായുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. കീരമ്പാറ പഞ്ചായത്തിലെ ചീക്കോട് പ്രദേശത്ത് കൂടിയിട്ടാണ് മിനിഞ്ഞാന്ന് രാത്രിയിൽ 3 ആനകൾ ഈ പ്രദേശത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. നേരത്തെ ചാരുപാറയിൽ ഇതിന് സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അത് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ആനകളെ തിരിച്ച് പുഴയ്ക്കക്കര വനത്തിലേക്ക് കയറ്റിവിടുന്ന നിലയിലാണ് അന്ന് അടിയന്തരമായ ഇടപെടൽ ആ ഘട്ടത്തിൽ നടത്തിയത്. അതിനുശേഷം കുറേ മാസങ്ങളായി ഈ പ്രദേശത്ത് ആനകളുടെ ഒരു സാന്നിധ്യം പിന്നീട് കണ്ടിരുന്നില്ല. ഇപ്പോൾ മിനിഞ്ഞാന്നാണ് വീണ്ടും 3 ആനകൾ രാത്രി ഏതാണ്ട് 1 മണിയോട് കൂടിയിട്ടാണ് അവിടെ ചീക്കോട് പാലത്തിനടിയിലൂടെ, ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ പാലത്തിനടിയിലൂടെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ വനം വകുപ്പ് വളരെ ജാഗ്രതയോടുകൂടി ആറാട്ടിയുടെ പൂർണ്ണമായ നിരീക്ഷണം, വനം വകുപ്പ് ആറാട്ടിയുടെയും അതോടൊപ്പം തന്നെ പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ള വാച്ചർമാരുടെയും അടക്കം. കൂവപ്പാറ നഗറിന് സമീപത്തായി ആനകളെത്തിയ കൃഷിയിടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആന്റണി ജോൺ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. പഞ്ചായത്ത് അംഗം സിനി ബിജു, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PK സൈനുദ്ദീൻ, ആറാട്ടി സ്റ്റാഫ് സെക്ഷൻ ഓഫീസർ കോതമംഗലം സെക്ഷൻ സ്റ്റാഫ് MS ശശി, KO കുര്യാക്കോസ് എന്നിവരും MLA യോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.